ഹലോ, വെൽക്കം ടു പെപ്പർ ടേബിൾ. പെപ്പർ ടേബിൾ ഈസി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പീസുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വൈൽഡ് പോർക്കും സാധാരണ പോർക്കും എങ്ങനെയാണ് കറി വെക്കുന്നത് 6 മിനിറ്റിനുള്ളിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ മസാലക്കൂട്ടുകളാണ്. അപ്പോൾ ഇവിടെ ഈ വൈൽഡ് പോർക്ക് അലൗഡ് ആണ്. അപ്പോൾ ഇതുപോലെ പാക്കറ്റുകളിൽ കിട്ടും. അതിൻ്റെ പുറമെ ഒരു ഹാർഡ് സ്കിന്നുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെക്കണം. എന്നിട്ട് പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും കടുക് ആവശ്യത്തിന് ഇട്ട് പൊട്ടിച്ച് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ ഏത് സ്പൂണാണോ അതിലേക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്പൂൺ അതിലേക്കൊന്ന് ഇറക്കി വെക്കണം. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ വെരി ഈസി റെസിപ്പിയാണ്. നമുക്ക് നേരത്തെ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. നമ്മൾ സാധാരണ പന്നിക്കറി വെക്കുമ്പോൾ എല്ലാം വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി വെക്കുന്ന പോലല്ല. ഇത് വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ആ തവി അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 5 to 6 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇനി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പന്നി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി അഥവാ നിങ്ങൾക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നിങ്ങൾക്ക് നേരത്തെ പൊളിച്ച് കഴുകി റെഡിയാക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് മൂടി വെച്ചിട്ട് അന്നേരം പൊളിച്ചെടുത്ത് റെഡിയാക്കിയാലും മതി. അപ്പം ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞതും ഇഞ്ചി 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു സവോള. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സവോള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കൂടുതൽ ചെറിയ ഉള്ളി ഇടാം. ഇവിടെ ചെറിയ ഉള്ളിക്കൊക്കെ നല്ല വിലയാണ്, അതുകൊണ്ട് സവോള ഇട്ടിരിക്കുന്നതാണ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ള കളറുള്ള സവോളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് സവോളയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ആ കരിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു 15 മിനിറ്റത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് പുറകത്തെ സ്റ്റൗവിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ സാധാരണ പോർക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതും ഇതേ മെത്തേഡ് തന്നെയാണ്, ഇതേ റെസിപ്പി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മസാല മല്ലിപ്പൊടി എല്ലാം ഇതേപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് 1.5 കിലോയാണ്. 1 കിലോയുടെ ആണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിച്ച പോലെ തന്നെ അതേ മസാലപ്പൊടികൾ ചേർത്താൽ മതി. ഞാനിപ്പം 1.5 കിലോ ആയതുകൊണ്ട് അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൂൺ അതിലേക്ക് ഇറക്കി വെച്ച ശേഷം മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പോർക്കും കൂടെ നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കി വെച്ച ശേഷം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മളുടെ വൈൽഡ് പോറ് എങ്ങനെയാണെന്ന് ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലയെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഇനി കൂടുതലായിട്ട് ഉപ്പ് ആവശ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് എൻ്റെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ. നമ്മുടെ പെപ്പർ ടേബിളിൻ്റെ തന്നെ ഗരം മസാലയാണ്. മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെപ്പർ ടേബിളിൽ തന്നെ ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റത്തെ വേവും കൂടി അതിനുണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് അതവിടെ വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മളുടെ സാധാരണ പന്നി എങ്ങനെയായെന്ന് നോക്കാം. കണ്ടോ, അതിനകത്തേക്ക് നല്ല ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊരു 1.5 കിലോ ആണ്. 1 കിലോയുടെ പാത്രമാണിത്. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇളക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ മീറ്റ് മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി വെക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു മൂടി അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ
മറ്റേത് തുറന്നു നോക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ആയിട്ട് വൈൽഡ് ബോർ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ ചെറുതായിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. കണ്ടോ, ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് ആയിട്ടില്ല, ഒരു 20 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഞാനൊന്ന് തുറന്നു നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ ഇച്ചിരി ഗ്രേവി ഇല്ലാത്ത ടൈപ്പാണ് ഇഷ്ടം. അത് തന്നെയുമല്ല, ഈ ഒരു സാധാരണ പന്നിക്കകത്ത് നല്ല ഗ്രേവി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷെ അതിനകത്ത് ഇറങ്ങിയേക്കുന്ന ഗ്രേവിയാണത്. വെള്ളം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുക. പക്ഷെ ഇതിനകത്ത് നല്ല ഗ്രേവിയുണ്ട്. പക്ഷെ വൈൽഡ് പോർക്ക് ഞാൻ വരട്ടിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വൈൽഡ് പോർക്ക് നിങ്ങളെ ഒന്ന് അടുത്ത് ക്യാമറ കൊണ്ടൊന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ, അതിലെ എണ്ണയെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. പോർക്കിന്റെ തൊലിയിലെ ഫാറ്റ് എല്ലാം കൂടെ ഉരുകിയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബ്രൗൺ കളർ ആക്കണമെങ്കിൽ ഇതിലിട്ട് വരട്ടി വരട്ടി എടുത്താൽ മതി. നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. 2 കറിയും ഏകദേശം ഒരു 35 to 40 മിനിറ്റ്സ് ആയപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. See you soon.